സിജോ ഇനി തിരിച്ചു വരുമോ? പവർ ടീമിൻ്റെ നിയമങ്ങൾ തലവേദനയായി ബിഗ് ബോസ് പിരിച്ചുവിടാൻ. ഇനിയും സീസൺസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു മത്സരാർത്ഥി അവിടെ ഉണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിജോ അങ്ങനെ ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. സർജറിക്ക് വേണ്ടിയിട്ട് സർജറി കഴിഞ്ഞു എന്നാണ് നമ്മൾ അറിയുന്നത്. ഒരു ബാൻഡ് ഇട്ടു, 2-3 ദിവസത്തേക്ക് റെസ്റ്റ് വേണമെന്നാണ്. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാനേ പാടില്ല എന്നൊക്കെയാണ്. ഇനി തിരികെ കൊണ്ടുവരുമോ ഇല്ലയോ നമുക്കൊന്നും അറിയില്ല. എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന്. തിരികെ കൊണ്ടുവന്നാൽ സിജോയ്ക്ക് നന്നായിട്ട് കളിക്കാൻ കഴിയട്ടെ. ഇപ്പോൾ വളരെ ശോകമായിട്ടാണ് ഹൗസിലെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൊക്കോണ്ടിരിക്കുന്നത്. കാര്യം ആകെ 14 പേരേ ഉള്ളൂ. എല്ലാവരും ഒരു നല്ല ഗെയിമേഴ്സ് എന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരേ രീതിയിൽ പോകുന്നൊരു രീതിയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ ഇല്ലാതാക്കാൻ ഈ ഒളിഞ്ഞിരിക്കുന്ന ഗെയിമേഴ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ നല്ലൊരു വൈൽഡ് കാർഡ് വന്നാലേ ശരിയാകും. എന്തായാലും ഒരു 2-3 ആഴ്ചക്കൊക്കെ ഒരു വൈൽഡ് കാർഡിന് എന്തായാലും എൻട്രി ആകും. അപ്പം നല്ല കാലിബറുള്ള ഒരു വൈൽഡ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഗെയിമിനെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആകുന്ന രീതിയിലൊരു വൈൽഡ് കാർഡ് വന്നാൽ മാത്രമേ ഗെയിമിനൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. ഏതായാലും അങ്ങനെ ഒരു വൈൽഡ് കാർഡ് വരട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരു വൈൽഡ് കാർഡിനെ ആയിരിക്കാം ശരിക്കും പറയുന്ന എൻട്രി കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതായാലും 10-20 ദിവസം ആകുന്നല്ലേ ഉള്ളൂ. ഇനിയായിരിക്കും ശരിക്കും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയതിനു ശേഷമായിരിക്കും ശരിക്കുള്ള ബിഗ് ബോസ് കളികൾ എന്താണെന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള 14 പേരെന്ന് പറഞ്ഞാൽ ശ്രീരേഖ, ജാസ്മിൻ, ഗബ്രി എടുത്തു കഴിഞ്ഞാൽ ശ്രീരേഖ ഓഫ് കോഴ്സ് അവരുടെ നിലപാടുകളും ഒക്കെ തുറന്ന് പറയുന്നുണ്ട്, പ്രതികരിക്കേണ്ടതൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീരേഖയും ജാസ്മിനും തമ്മിലൊരു ഫൈറ്റ് നമ്മൾ കണ്ടായിരുന്നു. കാര്യം ശ്രീരേഖ കിടക്കുന്ന സമയത്ത് ജാസ്മിൻ വന്ന് വിളിച്ചുണർത്തി എപ്പോഴത്തെ ബെഡിലേക്ക് മാറിക്കിടക്കുമെന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരേഖയും ജാസ്മിനും തമ്മിലുള്ള ആ സമയത്ത് ശ്രീരേഖ ഒരു വാക്ക് പറഞ്ഞു. അതായത് ഇവിടെ ചിലരൊക്കെ കൂട്ടുകൂടിയാണ് കളിക്കാൻ വന്നിരിക്കുന്നത്, ഇത്താത്ത ഇക്കാക്ക കളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീരേഖയുടെ സ്റ്റാൻഡ് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ജാസ്മിൻ ജിൻഡോയും തമ്മിൽ എന്തോ ഒരു ചെറിയ രീതിയിൽ നിന്ന് നടന്നപ്പോൾ ശ്രീരേഖ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ കാക്ക എന്ന് വിളിച്ച് നടക്കുന്നവരെല്ലാം പുറത്തു പോയി, ജിൻഡോ ഇപ്പോൾ അവൾ നിന്നെയാണ് കാക്ക എന്ന് വിളിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഈ പുറത്തുള്ള നെഗറ്റീവിനെ പറ്റിയിട്ട് അവർക്ക് ഒരു ഹിൻറ്റും കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവർ യാതൊരുവിധ അതിനെപ്പറ്റി ബോധേഡാകുന്നില്ല. ഇനി ഒരു പക്ഷേ അവർക്കിത് മനസ്സിലായിട്ടും അവർ അതിനെപ്പറ്റി ഒരു ബോധേഡാവാതെ അത് അവരുടെ ഒരു ഗെയിമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്നലെ അവർ തൊട്ടേ പിടിച്ചെന്നുള്ള കളിയൊക്കെ കളിച്ച് അതുവഴി രാത്രിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവർ അതിനെപ്പറ്റിയിട്ടൊന്നും ബോധേഡല്ല. അവരിപ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് പോവുകയാണ്. അവിടെയൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ തുറന്നു കൊണ്ടുപോവാണ്. നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും അവർ അറിയുന്നില്ലാത്തതാണോ, ഇനി മനസ്സിലാകാഞ്ഞിട്ടാണോ, അതിനി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കുന്നതാണോ, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അൻസിബ, ഋഷി, അർജുൻ. അതൊരു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്നവരെ കുറ്റം പറയുക, ഫുൾ ടൈം കുറ്റം പറയുക, ഇതാണ് അൻസിബയുടെയൊക്കെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്നായിട്ട് കളിക്കുന്ന സ്ട്രോങ് ആയിട്ട് അവിടെ ഇപ്പം നിലവിൽ നിൽക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ കണ്ടൻറ്റ് നൽകുന്നവരെയൊക്കെ അവർ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടൻറ്റ് തരാത്തവരൊക്കെ നല്ല പ്ലെയറാണ്, നല്ല ആൾക്കാരാണ് എന്നൊക്കെയാണ് അൻസിബയുടെയൊക്കെ അഭിപ്രായം. പിന്നെ അൻസിബ ഒരു മൈൻഡ് ഗെയിമർ തന്നെയാണ്. കാര്യം ഹൗസിൽ നടന്ന നിർണായകമായ എല്ലാ ഇലക്ഷനിലും അൻസിബയുടെ ഒരു കൈ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് അൻസിബ നല്ലൊരു ഗെയിമറാണ്. ഇനി മുന്നോട്ട് പോകുന്നതോറും അൻസിബയുടെ കളികൾ നമ്മൾ ചിലപ്പോൾ പുറത്ത് കൊണ്ടുവരും, നമുക്ക് കാണാം. ഏതായാലും ഇപ്പോൾ അൻസിബയാണ് ഹൗസിലെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അൻസിബ തൻ്റേതായ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. മുന്നോട്ടുള്ള ദിവസങ്ങൾ പിന്തുടരുന്നതോറും അൻസിബയുടെ ഉള്ളിലുള്ള മൈൻഡ് ഗെയിംസ് ചിലപ്പോൾ പുറത്ത് വരും, നമുക്ക് നോക്കിയിരിക്കാം. പിന്നെ ജിൻഡോ വന്ന വീക്കിലൊക്കെ വളരെ പാവം മണ്ടനും ഒക്കെയായിരുന്നു. ശരിക്കും എൻ്റെ പ്രേക്ഷക പ്രീതി കുറേ നേടാൻ ജിൻഡോയ്ക്ക് അങ്ങനെയാണ് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ജിൻഡോയിലെ കളികൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഉണ്ടാവും. ജിൻഡോ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. പുള്ളി ചെയ്ത തെറ്റുകളൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ പുള്ളി കുറച്ച് നെഗറ്റീവ് വരുന്നുണ്ട്. പിന്നെ പവർ ടീമിൽ കയറി പവറായി ആകെപ്പാടെ തലവേദന കുറേ നിയമങ്ങളും കൊടുത്തു. എന്നാൽ ആ നിയമങ്ങളൊന്നും ജിൻഡോയ്ക്ക് പോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ഇത്ര സമയത്തിനുള്ളിൽ പുറത്ത് പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ ജിൻഡോ സിഗരറ്റ് വലിക്കാനായിട്ട് പുറത്ത് പോയി. അപ്സര വന്ന് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് ആ സമയത്ത് പുള്ളി കയറി പോയി. എങ്കിലും ഇങ്ങനെ എന്തിനാണ് ആവശ്യമില്ലാത്ത നിയമങ്ങളും ഹോസ്റ്റൽ പോലെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടൊക്കെയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. എന്നാൽ പിന്നെ ബിഗ് ബോസ് വിളിക്കുകയും ലിവിംഗ് റൂമിൽ വരാൻ പറഞ്ഞ് എല്ലാവരോടും വന്നിരുന്ന് കഴിഞ്ഞപ്പം നമ്മുടെ പവർ ടീമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് തന്ന ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ജിൻഡോ പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു ബോർഡും ചോക്കും തന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒന്നും മറുപടി വന്നില്ല. എന്താ അഭിപ്രായം എന്ന് പറയാൻ പറഞ്ഞു. ഹൗസിലുള്ള എല്ലാവരും മോശം അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നോറ എസ്പെഷ്യലി ഗബ്രി പറയുന്നുണ്ട്, ഒരുപാട് കാലം പേഴ്സണൽ ഇത് വെച്ചിട്ടാണ് ജിൻഡോ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നോറയായിട്ടുള്ള ഇന്നലെ നടന്ന ഇഷ്യൂ, നോറയായിട്ട് ഇന്നലെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു.
എന്താണെന്ന് വെച്ചാൽ പവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് കയറി നോറ സംസാരിച്ചപ്പോൾ നോറയ്ക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശ്രീരേഖയുടെയും ജാസ്മിൻ്റെയും പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ആ പ്രശ്നത്തിന് തീരുമാനത്തിന് വേണ്ടിയിട്ട് ജിൻഡോ മീറ്റിംഗ് വിളിച്ചപ്പോൾ യമുന കയറി ഇടയ്ക്ക് പറഞ്ഞു. പക്ഷേ യമുനയ്ക്ക് ശിക്ഷ കൊടുത്തില്ല എന്ന് പറഞ്ഞു നോറ പറഞ്ഞിരുന്നു അതെന്താ പാർഷ്യാലിറ്റി കാണിക്കുന്ന, യമുനയ്ക്ക് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ ജിൻഡോ എന്നിട്ട് യമുനയോട് പറഞ്ഞു നോറ എൻ്റെ പുറകെ നടന്ന് പറയുകയാണെന്ന് പറഞ്ഞു. യമുന അത് കേട്ടാൽ മതി നോറയോടെ വന്ന് ചോദിച്ചു. അങ്ങനെ നോറ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ജിൻഡോയും നോറയും തമ്മിൽ മുട്ടാനായി. അപ്പോൾ ജിൻഡോ ഒരു വാക്ക് പറഞ്ഞു ഇന്നലെ, അതായത് ഗെയിമിന് സഹോദരി ആയാലും ഭാര്യ ആയാലും അച്ഛനായാലും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു മോശം പരാമർശമാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ജിൻഡോ എന്ന് പറയുന്ന ഒരാൾ വളരെ പ്യുവർ ഗെയിമറാണ്, പ്യുവർ സോളാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ തന്നെ നിന്നിരുന്നു. എന്നിട്ട് നല്ല ഹെൽത്തി ഗെയിം കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയമാണ് നമ്മൾ കാണുന്നത്, അത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും ജിൻഡോ നല്ലൊരു ഗുഡ് ഗെയിമർ തന്നെയാണ്. പിന്നെ നോറയെ പറ്റി പറയുകയാണെങ്കിൽ നോറയാണ് ശരിക്കും നല്ലൊരു ഗെയിമറാണ്. അവിടെ എല്ലാവരും ഇപ്പം അത്യാവശ്യം കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊണ്ടുവരുന്ന ഗെയിമർമാരെല്ലാം പോയി. റോക്കി ഇല്ല, സിജോ ഇല്ല, അങ്ങനെ എല്ലാവരും പുറത്തു പോയി. റോക്കി ആയിരുന്നു മെയിനായിട്ടും കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. സിജോയും ഇവർ രണ്ടുപേരും പുറത്തു പോയി. ശക്തരായ 2 ഗെയിമേഴ്സ് പുറത്തു പോയി. അപ്പോൾ ഇപ്പോൾ അവിടെ അത്രമേൽ ഇതില്ല. അത് ജാസ്മിനും ഗബ്രിയും ഉണ്ട്, പക്ഷെ അവരിപ്പോൾ കുറച്ച് ഒതുങ്ങിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ സ്കോർ ചെയ്തിരിക്കുന്നത് നോറയാണ്. നോറയുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇന്ന് അർജുനോടായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിജോ ഫുൾ ഡ്രാമയാണ്, മറ്റുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കലാണ് എന്നൊക്കെ നോറയുടെ അഭിപ്രായം വ്യക്തമായിട്ട് തുറന്നു പറയുന്നുണ്ട്. എല്ലാവരും സിജോ പുറത്തു പോയല്ലോ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കാണിക്കുമ്പോഴും നോറയുടെ വ്യക്തമായ തീരുമാനം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആ കുട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലൊരു ഗെയിമർ തന്നെയാകും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നോറയ്ക്ക് നല്ലൊരു കണ്ടസ്റ്റൻസ് ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് ക്യാമറ നോക്കി പറയുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് പല 3 മുഖങ്ങളാണ്, അന്യൻ, അമ്പി, എന്താ റെമോ, ഇതിലേതാണ്, ചില സമയത്ത് അന്യനായിരിക്കും, ചില സമയത്ത് റെമോ ആയിരിക്കും, ചില സമയത്ത് അമ്പി ആയിരിക്കും എന്നൊക്കെ നോറ പറയുന്നുണ്ട്. നോറ ഏതായാലും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും കയറി വരാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ. ഏതായാലും ഈ 14 പേര് വെച്ച് വളരെ ശോകമൂകമാണ് അന്തരീക്ഷം. ഒരു വൈൽഡ് കാർഡ് എത്രയും പെട്ടെന്ന് കയറി ഈ ഗെയിമിങ്ങിന് കുറച്ച് ട്വിസ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഏറ്റവും നല്ലത് വൈൽഡ് കാർഡ് കയറി വരട്ടെ. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം ലിറ്റി. ബൈ.